ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നിന്നും പലതരത്തിലുള്ള പരുഷവാക്കുകളോ ധിക്കാരമായ പ്രവൃത്തികളോ എല്ലാം നമുക്ക് നേരെ വന്നെന്ന് വരാം. പക്ഷേ അവയിലൊന്നും ധീരനായ ഒരാൾ കുലുങ്ങുകയില്ല. എന്തുവെ തന്നെ വന്നാലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ ധീരമായി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഒരു കവി പറയുകയാണ്, ഹർഷാമർഷങ്ങളുൾക്കാമ്പിലുളവാക്കുവതൊക്കെയും വികാരവിക്രിയകളാം കുലുങ്ങാ ധീരനായതിൽ. ഹർഷാമർഷങ്ങളുൾക്കാമ്പിൽ ഉളവാക്കുവതൊക്കെയും. ഹർഷവും അമർഷവും. ഹർഷം എന്നാൽ സന്തോഷം, അമർഷം എന്നാൽ ദുഃഖം, പ്രതികാരം ഉണ്ടാക്കുന്ന വാക്കുകൾ. സന്തോഷമുണ്ടാക്കുന്നതും സന്തോഷത്തെ കെടുത്തിക്കളയുന്നതുമായ വാക്കുകൾ കേൾക്കാനിട വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും വൈകാരിക തലത്തിലേക്ക് ഉയരുക സ്വാഭാവികമാണ്. അതാണ് അങ്ങനെ എപ്പോഴും ക്ഷോഭിപ്പിക്കാൻ പറ്റുന്ന വാക്കുകൾ പറഞ്ഞാലും ക്ഷോഭം വരാതെ ഇരിക്കലാണ് മഹത്തുക്കളുടെ ലക്ഷണം. ഹർഷാമർഷങ്ങളുൾക്കാമ്പിൽ, നമ്മുടെ ഉൾക്കാമ്പിൽ ഹർഷവും അമർഷവും ഉണ്ടാകുമ്പോൾ ഉളവാക്കുവതൊക്കെയും, നമുക്ക് സന്തോഷം വരുന്നതും സങ്കടം വരുന്നതുമായ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൽ വികാരവിക്രിയകളാം, പലതരത്തിലുള്ള വികാരവും ആ വികാരത്തിനനുസരിച്ച പ്രവൃത്തികളും പലരിലും കാണും. എന്നാൽ അതുകൊണ്ടൊന്നും കുലുങ്ങാത്തവനാണ് ധീരനായവർ. കുലുങ്ങാത്തവരാണ് ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായവർ. അതിന് യോഗ്യനായ ഒരാൾ എന്ത് പുലമ്പൽ കേട്ടാലും ചലിക്കുകയില്ല. തന്നെ ചലിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയുമില്ല. അപ്രകാരം ഉറച്ച മനസ്സോടു കൂടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായവർക്ക് മാത്രമേ ലക്ഷ്യപ്രാപ്തി സാധിക്കുകയുള്ളൂ. ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ ദുർബലമായ മനസ്സിൻ്റെ പിടിയിൽപ്പെട്ട് നാം അടിമയായിത്തീരരുത്. അടിമയല്ല നമ്മൾ, ഉടമയാണ്. മനസ്സ് നമ്മുടെ അടിമയാക്കണം. നാം ഒരിക്കലും മനസ്സിന് അടിമയാകരുത്. മനസ്സിന് അടിമപ്പെട്ടു പോയാൽ മനസ്സ് വികാരവിക്രിയകൾ ചെയ്ത് ജീവനെ നരകമാകുന്ന കൂപത്തിൽ ആഴ്ത്തും. കാരണം പലതരത്തിലുള്ള 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ ജീവനെ കുടുക്കുക തന്നെ ചെയ്യും. ജീവനെ വിഷയങ്ങളിൽ ബന്ധിപ്പിക്കുന്നതും ഈ മനസ്സാണ്. അതിനാൽ അതേ മനസ്സ് തന്നെ ജീവന് അടിമയായാൽ നമ്മെ മോചിപ്പിക്കാനും ഇതേ മനസ്സിന് കഴിയും. നമ്മെ ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും മനസ്സാണ്. നമ്മെ സുഖിപ്പിക്കുന്നതും നമ്മെ ദുഃഖിപ്പിക്കുന്നതും മനസ്സാണ്. മനസ്സ് ലോകവിഷയങ്ങളുമായി സന്ധിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖമായിരിക്കും, ബന്ധനമായിരിക്കും ഫലം. എന്നാൽ അതേ മനസ്സ് തന്നെ ആത്മോന്മുഖമായി തിരിഞ്ഞ് ആത്മാവിൽ ലീനമാവുകയാണെങ്കിൽ അതേ മനസ്സ് തന്നെ നമ്മെ പരമാനന്ദത്തിൽ എത്തിക്കുകയും ചെയ്യും. ആ മനസ്സിനെയാണ് നാം നിയന്ത്രണ വിധേയമാക്കേണ്ടത്. അതിനാൽ ഹർഷാമർഷങ്ങളോർ ഉൾക്കാമ്പിൽ ഉളവാക്കുവതൊക്കെയും വികാരവിക്രിയകളാം കുലുങ്ങാ ധീരനായതിൽ.